ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഗുഡാപ്പൻസിയർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നതും അതുപോലെ പരിചയപ്പെടാൻ പോകുന്നതും നമുക്ക് എന്തായാലും ഇപ്പോൾ കാണേണ്ടിയിരിക്കും സാംസങ്ങിൻ്റെ സ്മാർട്ട് ഓവനാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ പുതിയ മോഡലാണ്, ചെറുതായിട്ട് സ്മാർട്ട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സ്മാർട്ട് ഓവൻ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഓവനായിട്ടും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി 28 ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ. അതിന് നമുക്ക് MRP വരുന്നത് 16,550 രൂപയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ റീസെൻ്റ്ലി നമുക്കറിയായിരിക്കും, നിങ്ങൾക്കിപ്പോൾ ആമസോണിലും ഇതിലൊക്കെ സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 12, ഓൾമോസ്റ്റ് ഒരു 11,999 പ്രൈസ് വന്നു. നമുക്ക് 12ൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് വന്നു. അപ്പോൾ ഇത് ആക്ച്വലി അവരുടെ അവരുടെ ഒരു പ്രീമിയം, ഇതിൻ്റെ ആക്ച്വലി ഈ സ്മാർട്ട് ഓവൻ്റെ ഒരു ബേസിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയട്ടെ. സ്മാർട്ട് ഓവൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഇത് വരുന്നത്. ഇതിന് ആക്ച്വലി പിന്നെ അടുത്ത മോഡലിന് 15 സംതിങ് ആണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ മോഡലിന് 25 അങ്ങനെ റേഞ്ചിൽ വരുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റിയും കൂടും, അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. പിന്നെ ചെറുതായിട്ട് ചെറിയ ഫീച്ചേഴ്സും കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാന്നുള്ളൊരു സംഭവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ ചാനലിലെ പേജ് ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റ്ലി ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണാം. നമ്മൾ കുറച്ച് ഗീവ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. അതിലതിൻ്റെയും ഞാൻ ലിങ്ക് മുകളിലായിട്ട് ലാസ്റ്റായിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓണിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വന്നത്. ഇവരുടെ ബോക്സ് എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അവർ ഇത്ര ഒരു ചെറുതായിട്ടൊരു പ്രീമിയം മോഡലിലെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ബോക്സ് കുറച്ചുകൂടി ക്വാളിറ്റി കൊടുക്കാൻ. ഇത് ശരിക്കും നോർമലായിട്ടുള്ളൊരു എന്താ പറയുക ബ്രൗൺ ബോക്സ് ആണ്, കളേർഡ് ബോക്സ് ഒന്നല്ല വന്നേക്കുന്നത്. പിന്നെ എന്തായാലും ഇവിടെ നമുക്ക് ഇതൊക്കെ ആമസോണിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സാംസങ് സ്മാർട്ട് ഓവൻ എന്നിട്ട് ഞാൻ എന്തായാലും അടുത്തേക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ ഇവിടെ സ്മാർട്ട് കുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ന്യൂ പോസിബിലിറ്റീസ് ടു ഗ്രേറ്റ് ടേസ്റ്റ്. ഇതിൽ ഓട്ടോ കുക്ക് ഫീച്ചർ ഉണ്ട്. പിന്നെ നമുക്ക് ഡോ പ്രൂഫാണ്, കേട്. പിന്നെ ലോക്കൽ റെസിപ്പീസ് നമുക്ക് ഓൾറെഡി കുറേ ഇൻബിൽഡായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ സെറാമിക്കാണ് വരുന്നത്. അപ്പോൾ സെറാമിക്കാണ് ഒരു 10 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നോർമലി ബാക്കി എല്ലാത്തിനും നമുക്ക് സ്റ്റീലും കാര്യങ്ങളൊക്കെ വരും. ഇതിന് നമുക്ക് സെറാമിക് വരുന്നുണ്ട്. അത് സാംസങ്ങിന് മാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ ഇക്കോ മോഡ് വരുന്നുണ്ട്. നമുക്കിതിൽ അത്യാവശ്യം കറണ്ട് ബില്ലൊന്നും അധികം വരില്ല. അത്യാവശ്യം നമ്മുടെ കറണ്ടൊക്കെ കുറച്ച് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന മോഡലിൻ്റെ കറണ്ട് ബില്ല് മാത്രമേ ഇത് വരുള്ളൂ. അപ്പോൾ അതൊക്കെ കൺട്രോളുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ പടം നമ്മുടെ സൈഡിലായിട്ട് കാണാം. പിന്നെ ഞാൻ ഇത് ബോക്സ് ഒന്ന് തിരിച്ചു വെക്കാം. വലിയ ബോക്സാണ് കേട്ടോ. സൈഡിലൊക്കെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ സൈഡിൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഓട്ടോ കുക്ക് ഫീച്ചർ വന്നിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ഓട്ടോ കുക്ക് മെനു. പിന്നെ മേക്ക് ഫ്രഷ് ഡോ, നമുക്ക് ഡോ ഉണ്ടാക്കാം, കേട് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ഡോ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാം. കുറച്ച് ചെറുതായിട്ട് കീറി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലോക്കൽ റെസിപ്പി ഓൾറെഡി ഇൻബിൽഡ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നോർമൽ നമ്മുടെ സെറാമിക് കോട്ടിങ്ങിന് 10 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ളതിന് എനിക്ക് തോന്നുന്നത് 2 ഇയർ ആണ് വാറണ്ടി തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ഇതിൻ്റെ മറ്റേ ഈ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചത്. നമുക്ക് ആക്ച്വലി മെയ്ഡ് ഇൻ മലേഷ്യ ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല, മെയ്ഡ് ഇൻ മലേഷ്യ ആണ്. ഞാൻ എന്തായാലും അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടുത്തുനിന്ന് കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ സൈഡിലും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. MRP പറയുന്നത് 16,550 രൂപയാണ്. ഇത് നമുക്ക് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ വന്ന ജനുവരി 2022 അപ്പോൾ പുതിയ തന്നെയാണ്. 28 ലിറ്റർ നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടർ ആൻഡ് മാർക്കറ്റ് ബൈ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സീൽഡ് പാക്കേജാണ്. ഇത് അവർ ആക്ച്വലി എന്താ പറയുക സ്റ്റാപ്ലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഒന്ന് പൊളിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറച്ച് പണിയായിരിക്കും അൺബോക്സിങ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്കത് അൺബോക്സിങ് ചെയ്യാം. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു നൈഫും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ നൈഫുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു സ്റ്റാപ്ലർ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്താൽ പോരാ, ആ സ്റ്റാപ്ലറും കൂടി എടുക്കണം. ഒരു വലിയ സ്റ്റാപ്ലറാണ്. സ്റ്റാപ്ലർ കളയാൻ തുടങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ ഫുഡിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റാപ്ലറാണ് വന്നിരുന്നത് ഇവിടെ, വലിയ സ്റ്റാപ്ലർ. അപ്പോൾ നമ്മൾ 2 സ്റ്റാപ്ലറും പറിച്ചിട്ടുണ്ട്. നമുക്ക് വയ്ക്കാം. ഞാൻ സീലും നമ്മുടെ സൈഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സീലിൻ്റെ സൈഡ് കട്ട് ചെയ്യാം. നമ്മൾ ആക്ച്വലി മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ക്യാമറയിലെല്ലാം ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. അതൊന്നും ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. അപ്പം നമ്മളെന്തായാലും
അത്യാവശ്യം ഉറക്കം സംസാരിക്കുന്നതിനകത്ത് സൗണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ഗ്ലാസ് ഗ്ലാസ് പ്ലേറ്റ് ആണ്. അത് നമുക്ക് എന്തായാലും എടുത്ത് നമ്മുടെ മെയിൻ സാധനം റൊട്ടേറ്റ് ചെയ്യുന്ന അവിടെ മെയിൻ ഗ്ലാസ് റോഡാണത്. അപ്പോൾ അതാണ് നമ്മുടെ ഗ്ലാസ് റോഡ് വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം പതുക്കെ എവിടെ നിന്ന് എടുത്ത് വയ്ക്കാം. നമ്മുടെ സ്ഥലല്ലേ ഉണ്ടായി അത്രയും വലിയ സോഴ്സാണ് വരുന്നത്. പിന്നെ കുറേ തെർമോക്കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പാക്കേജിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും തെർമോക്കോളും കാര്യങ്ങളൊക്കെ കൂടെ വെക്കാം. ബോക്സ് തിരിച്ചെടുത്ത് വെക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിൽ പിന്നൊരു കവറിങ് വന്നിട്ടുണ്ട്. എന്താ ഇത് ജസ്റ്റ് ഒരു കവറിങ് ആണല്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ബോക്സിൽ തന്നെ എടുത്തിടാം. അപ്പം ഞാൻ ഈ സംഭവം പിന്നെ വേറെ ഒന്നും എനിക്കൂടെ കാണാനില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. ഞാൻ എന്തായാലും നമ്മുടെ ബോക്സിൽ നിന്ന് ഇതൊന്നൊക്കെ എടുത്ത് വെച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെന്തൊരു ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യാൻ പോയ പോലെ അത്രയ്ക്കും വേർത്ത് കുളിച്ചു. ഇതിപ്പോൾ ആക്ച്വലി അത്യാവശ്യം നല്ല ലെങ്ത്തും ബ്രെഡ്ത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇതേപോലെ ഒരു ഓവൻ വെക്കാനുള്ള സെക്ഷൻ ഇല്ലെങ്കിൽ ശരിക്കും നല്ലതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ സാംസങ് മോഡൽ ജനുവരി 2022 കാര്യം ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മാക്സിമം പവർ വരുന്നത് 2900 വാട്ടാണ്. മിനിമം വരുന്നത് 900 വാട്ടാണ് കേട്ടോ. 900 വാട്ടാണ്. പിന്നെ മെയ്ഡ് ഇൻ മലേഷ്യ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ അതിൻ്റെ വയർ ഇവിടെ അവർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പൊളിച്ചു. വയർ ലെങ്ത്ത് 1 മീറ്ററിൻ്റെ ഒരു ചെറുതായിട്ട് കൂടുതലുണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. ഭയങ്കര ഓവറായിട്ടുള്ള വയർ ലെങ്ത്ത് ഇല്ല കേട്ടോ. നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ പറിച്ചു കളയാം. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തായാലും ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് തിരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ അവർ നമ്മുടെ ഗ്ലാസും ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോലെ കോറാണ്ടിരിക്കാനൊക്കെ സ്ക്രാച്ച് വരാണ്ടിരിക്കാനൊക്കെ ഇതും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. പാക്കേജിങ് നല്ല നീറ്റായിട്ട് പാക്കേജ് ചെയ്തിട്ടുണ്ട്. തന്നെ ആമസോണിൻ്റെ ഡെലിവറിയും കുഴപ്പമില്ലാണ്ട് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണ് പാക്കേജ് തന്നേക്കുന്നത്. ഉള്ളിൽ നമുക്ക് കുറച്ച് അക്സസറീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റണം. അതുപോലെ ഉള്ളിൽ നമുക്ക് ബുക്ക്ലെറ്റും അതുപോലെ വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്ത് പുറത്തേക്ക് എടുത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രില്ല് ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലേറ്റും കാര്യങ്ങളും അതുപോലെ ഗ്രിൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അവർ തന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടർ കിറ്റൊന്നും സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ FB-കാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് LG-കാരും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ബ്ലേഡ് എല്ലാം റൊട്ടേഷൻ ചെയ്യാനുള്ള ഇവിടെ വെക്കാനുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല കണ്ടീഷനിലുണ്ട്. അപ്പോൾ പ്രോബ്ലമൊന്നുമില്ല, ക്രാക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു റിങ് വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വെക്കേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിനുള്ള പ്ലാസ്റ്റിക് ഒരു സൈഡിൽ പ്ലാസ്റ്റിക് ഉണ്ട്, അതാണ് സൗണ്ട് വരുന്നത്. അത് ഞാൻ മറന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ അതാണ് സൗണ്ട് വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ആ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതുമ്പോൾ കടന്നിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് നമ്മുടെ ആ പ്ലേറ്റ് വെക്കേണ്ടത്, എന്താ പറയുക ഈ ഗ്ലാസ് പ്ലേറ്റ് വെക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെ ഇതിലൊരു ഇങ്ങനെയൊരു ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ലോക്ക് ഉണ്ട്. അതേ സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ലോക്ക് ആവണ പോലെ വേണം നമ്മൾ വെക്കാൻ. ഈ ഗ്ലാസ്സിന് അത്യാവശ്യം സൂക്ഷിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് പൊട്ടാൻ പാടില്ല. വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തിരിച്ചു നോക്കിയാൽ മതി, തിരിയുണ്ടോ. അപ്പോൾ തിരിയുണ്ടെങ്കിൽ സംഭവം കറക്റ്റാണ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ബുക്ക്ലെറ്റുകളാണത്. ഇതൊരു ഹെൽപ്പ് ലൈൻ വാറണ്ടി കാർഡ് ഡീറ്റെയിൽസ് ഒക്കെയാണത്. വാറണ്ടി കാർഡ് ഇങ്ങനെ ഒരു പേപ്പർ ഇടാൻ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ മൈക്രോവേവിൻ്റെ ഇൻസ്ട്രക്ഷൻ കുക്കിംഗ് ഗൈഡ് വന്നിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഇത് ഇത്ര വലിയൊരു ബുക്കാണ് ഉണ്ടാകും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കും. പിന്നെ നമുക്ക് 2 ഗ്രില്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഗ്രില്ലും ഒരു വലിയ ഗ്രില്ലും വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനും അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പനീർ അങ്ങനെ സംഭവത്തിനൊക്കെ ഉപയോഗിക്കാം. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. പിന്നെ വന്നിരിക്കുന്നത് ഒരു അടിയിൽ വെക്കാനുള്ളൊരു സെറാമിക് അല്ലാന്നുണ്ട്, അത് മെറ്റലാണ്. അടിയിൽ പക്ഷേ റബ്ബർ വന്നിട്ടുണ്ട്, റബ്ബർ കോട്ടി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റാണ്. നമുക്കിത് നമ്മുടെ എന്താ പറയുക വേസ്റ്റൊക്കെ വന്ന് നിലത്തേക്ക് പോകണ്ടിരിക്കുക ഇതിൽ വന്ന്
ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വയ്ക്കാനുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കിറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ എക്സ്ട്രാ നമുക്ക് അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ വാങ്ങിക്കാൻ വരും. നമ്മൾ സാംസങ്ങിൻ്റെ കൂടെ ഒന്നും അവർ തരുന്നില്ല. അത് നമുക്ക് IFB അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്വിച്ച് ഓണും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമുക്കിത് പവർ പ്ലഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അത് വെക്കേണ്ട സ്ഥലത്ത് പവർ പ്ലഗ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ആ സ്ഥലം വെക്കേണ്ടത്. എന്താ വെച്ചാൽ പവർ പ്ലഗ് വേണം. അപ്പം നമുക്കിനി നമ്മുടെ പ്ലേസിലൊന്ന് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്ലഗിലേക്കും കാര്യങ്ങളൊക്കെ കുത്താം. അപ്പം നമുക്കിത് കുത്തി വെക്കാം. ഞാൻ എന്തായാലും ഇതിൽ നമ്മുടെ വർക്കിംഗ് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് പോലെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ പവർ പ്ലഗിലേക്ക് കുത്താണ്. അത്യാവശ്യം നല്ല വലിയ പവർ പ്ലഗ് വേണ്ട. ഞാൻ കുത്തി സംഭവം ഓണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സ്വിച്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സ്വിച്ച് ഒന്ന് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ സ്ലിം ഫ്രൈൻ്റെ ഇവിടെ ഒരു പുതിയൊരു ടെക്നോളജിയാണ് സ്ലിം ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിം ഫ്രൈ മോഡലാണ് ഈ വരുന്നത്. അതിൻ്റെ കൊടുത്തിട്ടുണ്ട്, റൊട്ടി നാൻ്റെ കൊടുത്തിട്ടുണ്ട്, 𝙤𝙤𝙧𝙗 കൊടുത്തിട്ടുണ്ട്, ഡീഫ്രോസ്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കോമ്പിനേഷൻ നമുക്ക് എന്താ പറയുക കൺവെൻഷനും മറ്റൊന്നും കോമ്പിനേഷൻ വേണമെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ റെസിപ്പീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പീസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലൈറ്റ് ആത്തത് കാണാം. അപ്പോൾ സംഭവം ഫുള്ളായിട്ട് ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. അതിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഗ്രില്ലിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, മൈക്രോവേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ടേബിൾ ഓൺ ആൻഡ് ഓഫ് ഓപ്ഷൻ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെ ചൈൽഡ് ലോക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതും കൂട്ടാനും കുറയ്ക്കാനുള്ള ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഈക്കോ മോഡ് ഉണ്ട്, അതുപോലെ 30 സെക്കൻഡിൻ്റെ മോഡ് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ മൈക്രോവേവിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക അൺബോക്സിങ് വീഡിയോ, ഓവർവ്യൂ വീഡിയോ. അപ്പോൾ പാക്കേജിങ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു പുതിയ മോഡലാണ്. നിങ്ങൾ എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മാനുഫാക്ചർ ഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മൈക്രോവേവ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനം നോക്കി വാങ്ങിക്കുക. പിന്നെ മിനിമം 28 ലിറ്റർ ഉണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ സോളോ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. സോളോയിൽ നമുക്ക് വെറുതെ ചൂടാക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഇപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാൻ ഇങ്ങനെ 30 സെക്കൻഡ് ആയി നമുക്ക് വെള്ളം ചൂടാക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ പുതിയ പ്രൊഡക്റ്റ് ഒന്നും അല്ലല്ലോ മൈക്രോവേവ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനൊരു പുതിയ മോഡലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തായാലും സാംസങ്ങിൻ്റെ നോക്കി വാങ്ങിച്ചാൽ എന്താ വെച്ചാൽ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ സാംസങ് റെക്കമെൻഡ് ചെയ്തത്. LG ചെറുതായിട്ട് സർവീസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ IFB അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് വെച്ചാൽ അവരുടെ ആക്ച്വലി ആ IFB ഇപ്പോൾ പണ്ടത്തെ IFB അല്ല, അത് പുതിയൊരു IFB ആണ്. അവരുടെ കമ്പനി ആകെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക ഒരു കടയിലേക്ക് പോയപ്പോൾ അവർ തന്നെ പറഞ്ഞത് IFB എടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് IFB നോക്കിയില്ല. അപ്പോൾ ഡയറക്റ്റ് പിന്നെ സാംസങ് കണ്ടപ്പോൾ സാംസങ് പോയി. പിന്നെ പാനസോണിക് ഉണ്ടായിരുന്നു. അപ്പോൾ പാനസോണിക്കിൻ്റെ പുതിയ മോഡലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്തിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ഒരു ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് മോഡൽ മാത്രമേ ഉള്ളൂ. കളേഴ്സ് അങ്ങനെ വരുന്നില്ല. ചെറുതായിട്ട് ഇവിടെ ഒരു റെഡ് ഉണ്ട്, പക്ഷെ അങ്ങനെ കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവരുടെ പാക്കേജിങ് ഡീറ്റെയിൽസ് ഒക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡെൻഡ് പോലും ഇല്ല. സൂപ്പർ ക്ലിയർ ആയിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ഡെൻഡ് പോലും എനിക്ക് കാണാനില്ല. സ്ക്രാച്ചോ അങ്ങനൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ സേഫായിട്ട് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കംപ്ലീറ്റ് ഷെയർ ചെയ്യാമെന്ന് മറക്കണ്ട. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കാണാം. നമ്മളെന്തായാലും കമ്മ്യൂണിറ്റി പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക, അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫ്രണ്ട്സിലേക്ക് കംപ്ലീറ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.